എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. വേസ്റ്റ് ക്യാരി ബാഗ് കൊണ്ട് നമുക്ക് ഈ മുല്ലമുട്ട് പോലെ മാല ഉണ്ടാക്കി എടുക്കാം. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് അത്ര പെർഫെക്റ്റായി വന്നിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചാണ്. കണ്ടോ, ഇതേപോലത്തെ നമുക്ക് സാധനം വാങ്ങിക്കുമ്പോൾ ക്യാരി ബാഗ് കിട്ടില്ല. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും പകരം ഇത് ഇങ്ങനത്തെയാണ് ചിലപ്പോൾ ഈ തുണി പോലത്തെ ബാഗ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാഗ് എടുത്ത് ഒരു വെള്ള കളറിലുള്ള ഏത് കളറിലുള്ള നമുക്ക് എടുക്കാം. ഞാൻ ഇതിൽ മുല്ലപ്പൂവിൻ്റെ ആകൃതിയിലായതുകൊണ്ട് ഈ വെള്ള കളറാണ് എടുത്തത്. അതിൻ്റെ രണ്ട് സൈഡും എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതേപോലെ സ്ക്വയർ പോലെ കിട്ടും. എന്നിട്ട് ഇതിനെ മടക്കി എടുക്കണം. നമുക്ക് ആവശ്യമുള്ള പൂവിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെയാണോ ഇതുപോലെ നീളത്തിൽ മടക്കിയിട്ട് സ്ക്വയറിൽ വെട്ടിയെടുക്കണം. ചതുരത്തിൽ ചെറിയ പീസായിട്ട് വെട്ടിയെടുക്കണം. ഇതുപോലെ ഇട്ടിട്ട് ഓരോരോ ഇതായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. കണ്ടോ, അപ്പോൾ ഇതേപോലത്തെ നീളമുള്ള പീസ് കിട്ടും. ഈ നീളമുള്ള പീസിനെ വീണ്ടും നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് പൂവിൻ്റെ ഉണ്ടാക്കുന്ന വലിപ്പത്തിനനുസരിച്ച് ഞാൻ ഇതേപോലെ ഇച്ചിരി തീരെ ചെറുതല്ല, ഇത്തിരി ഒരു മീഡിയം സൈസിൽ എടുത്തു. ഇനി ഈ ചതുരത്തിലുള്ളതിനെ ക്രോസായിട്ട് കോണായിട്ട് വെച്ചിട്ട് കണ്ടോ, അകത്ത് കത്രിയോ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ മടക്കിയെടുക്കണം. മടക്കിയെടുക്കുമ്പോൾ ഇതൊരു മുട്ടിൻ്റെ ആകൃതിയിൽ വരും. കണ്ടോ, മുട്ടിൻ്റെ ആകൃതിയിൽ വന്നിട്ട് നമുക്ക് ഏതെങ്കിലും കളറ്, പച്ചനൂലോ മഞ്ഞനൂലോ വെള്ളനൂലോ ഏത് കളർ നമ്മുടെ കയ്യിൽ ഏതുണ്ട് അതുപോലെ ഇതിനൊന്ന് നല്ലോണം ചുറ്റിക്കെട്ടി ഇരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് ആ മുട്ടിൻ്റെ ആകൃതിയിൽ ഇരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഈ ജോലിക്കിടയിൽ ഒരു ബാഗ് കണ്ടിട്ട് എനിക്ക് തോന്നി ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾക്കും കുറച്ച് ക്ഷമയോടുകൂടി സമയം എടുത്താൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇത് അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല എങ്കിലും നിങ്ങൾക്ക് കൂടി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ ഇത് കാണിച്ചു തന്നതാണ്. കണ്ടോ, ഇതേപോലെ അകത്ത് വെച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊരു മുട്ടിൻ്റെ ആകൃതിയിൽ വരാം. മുല്ലപ്പൂവിൻ്റെ മൊട്ട് കണ്ടിട്ടില്ലേ? ഇതുപോലെ ഇരിക്കും മുല്ലമൊട്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ കെട്ടുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കവർ വെട്ടിയെടുത്ത് എല്ലാം ഇതേപോലെ ഓരോരോ മൊട്ടായിട്ട് കെട്ടി എടുക്കുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അറ്റത്ത് ഞാൻ പച്ച കളറ് വരാൻ വേണ്ടി കളർ അടിക്കുന്നുണ്ട്. അറ്റം ഞാൻ വെട്ടിപ്പോയി, വെട്ടേണ്ട ആവശ്യമില്ല. നീളത്തിൽ കിടന്നാലും സാരമില്ല. നമ്മൾ പെയിൻറ്റ് ഇങ്ങനെ വെച്ച് തേക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ നീണ്ടു വന്നോളൂ. പെയിൻ്റെന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഒരു ഡാർക്ക് ഗ്രീൻ ആയിരുന്നുണ്ട്. അതിനെക്കാട്ടും കുറച്ച് ലൈറ്റ് ഗ്രീനോ യെല്ലോ ഒക്കെയാണ് നല്ലത്. എന്നാലേ ആ മൊട്ടിൻ്റെ അറ്റത്ത് അതിൻ്റേതായിട്ടുള്ള നിറം കിട്ടത്തുള്ളൂ. ഞാൻ കളർ അടിച്ച ശേഷം കാണിച്ചു തരാം. കണ്ടോ, കളർ അടിച്ച് അത്ര പെർഫെക്റ്റ് ആയില്ല എങ്കിലും ഒന്ന് മുട്ടിൻ്റെ ആകൃതിയിലൊന്നും ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആക്കി. കാരണം എൻ്റെ കയ്യിൽ ഈ പച്ച കളറേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഒരുപാട് ഡാർക്ക് കളറാണ്. കാരണം ഇതേപോലെ വലുതെടുത്തതിൻ്റെയും ഞാൻ ഇതേപോലെ അടിച്ച് 2-3 ചുമ്മാ വലുതായിട്ട് ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുമെന്ന് നോക്കി. ഉണ്ടോ, അപ്പോൾ ഇത്രയും ആ ഒരു ബാഗിൽ നിന്ന് കിട്ടി. അപ്പോൾ ഈ അറ്റം ഞാൻ വെട്ടിക്കളഞ്ഞുകൊണ്ട് ഒന്നുകൂടി ഒന്ന് കൂർത്തിരിക്കാൻ വേണ്ടി ഈ പച്ച നൂല് കൊണ്ട് ഇങ്ങനെ അറ്റത്ത് നല്ലോണം ഇറുക്കി ഞാൻ കെട്ടുന്നുണ്ട്, ചുറ്റി കെട്ടുന്നുണ്ട്. ആ പച്ച കളർ അടിച്ച ഭാഗത്ത് ആ പച്ച നൂലൂടെ ഞാൻ ഇറുക്കി ചുറ്റി. അപ്പം കോർക്കുമ്പോൾ എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ച്. ഇതുപോലെ വലിയ പൂക്കളുണ്ട്, അതും നമുക്ക് ഫ്ലവർ വയ്ക്കാനായിട്ട് എടുക്കാം. ഇനി ഇതെല്ലാം എടുത്തതെല്ലാം ആ ഒരു ബാഗിൽ നിന്നെടുത്ത പൂക്കൾ ഉണ്ടാക്കിയതാണ്, മൊട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ആ അറ്റം ഒന്ന് നീണ്ടു വരും. എന്നിട്ട് ഇനി നമ്മൾ സൂചി നൂലും എടുത്ത് കോർക്കുക. ഇഷ്ടമുള്ള രീതിയിൽ കോർക്കാം. ഹാരം കോർക്കുന്ന രീതിയിൽ അറിയാമെന്നുള്ളവർക്ക് ഹാരത്തിൻ്റെ മോഡലിൽ നമുക്ക് നൂല് നീട്ടി ഏതിലെങ്കിലും ചുറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് ഞാൻ ചുമ്മാ സൂചിയിൽ കോർത്തതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കോർത്തെടുത്തു. കണ്ടോ, ഇതേപോലെ ഒരു മാലയാക്കി കിട്ടി. ആ ഒരു കവറിൽ ഉള്ളതാണ്. നിങ്ങൾക്കിത് തലയിൽ വേണമെങ്കിൽ പൂവിന് പകരം വയ്ക്കാം. ഇത് ഗണപതിക്ക് ഞാൻ തലയിൽ വച്ച് നോക്കി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ
മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.